ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഗജകേസരി യോഗം വന്നെത്തിക്കഴിഞ്ഞു. ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് 5 രാശിക്കാരെ മാത്രമാണ്. ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ജനുവരി മാസം 9-ാം തീയതിയാണ് ചന്ദ്രൻ ഇടവത്തിൽ പ്രവേശിക്കുവാൻ പോകുന്നത്. കൂടാതെ വ്യാഴവും രാശി മാറുവാൻ നിൽക്കുന്നു. ഇരു ഗ്രഹങ്ങളും രാശി മാറ്റത്തിനായി തയ്യാറായി നിൽക്കുന്നത് തന്നെ രാജയോഗം രൂപപ്പെടുവാൻ കാരണമാകും. ഈ രാജയോഗത്താൽ നിരവധി മാറ്റങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ഈ 5 രാശിക്കാരെ തേടിയെത്തുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് ഉയർച്ചയിലേക്കുള്ള എല്ലാവിധ വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നതും ഇനി വരുവാനുള്ളതുമായ എല്ലാവിധ പ്രതിസന്ധികളും നിങ്ങളിൽ നിന്നിനി അകന്നു മാറുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രാരാബ്ധങ്ങളും ഒഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പുതിയ സ്ഥലം വാങ്ങുവാനും അതിൽ ബിസിനസ് ആരംഭിക്കുവാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. സൗഭാഗ്യങ്ങൾ പലതും നിങ്ങളിൽ ഇനി വന്നു ചേരും. സമ്പത്ത് വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ പേരും പ്രശസ്തിയും നിങ്ങളിൽ വർദ്ധിക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. സാഹിത്യ രംഗത്ത് ശോഭിക്കുവാനും കഴിയുന്നതാണ്. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം സിദ്ധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ തന്നെ നടത്തേണ്ടതാണ്. അപവാദം, ദുഷ്പ്രചരണം ഇവ കേൾക്കാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന അധിക ചെലവുകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷപരിഹാരമായി വ്യാഴപ്രീതിയും ശനിപ്രീതിയും വരുത്തുക. ശിവങ്കൽ, കൂവളത്തില, നീല എരിക്കിൻ്റെ പൂവ് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചും നടക്കാതിരുന്ന എല്ലാവിധ കാര്യങ്ങളും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക ലാഭത്തിനായുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുവാനും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കും. വീട് പണി വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളിൽ നിന്നും ഇനി ഇല്ലാതാകും. സാമ്പത്തികമായിട്ടുള്ള പലതരം സ്രോതസ്സുകൾ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. അതായത് തലവര തെളിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ കാലയളവിൽ വളരെയധികം ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയം തന്നെ. വ്യക്തി ജീവിതത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധയോടും ക്ഷമയോടും കൂടി മുന്നോട്ട് നീങ്ങിയാൽ 2025 എന്ന വർഷം നിങ്ങൾക്ക് വിജയത്തിൻ്റെയും സാമ്പത്തികമായ ഉയർച്ചയുടെയും കാലം തന്നെയാണ് സമ്മാനിക്കുക. നിങ്ങളുടെ ഗൃഹ അന്തരീക്ഷം വളരെയധികം സന്തോഷപ്രദമാകും. അറിവുള്ളവരും വിനയാന്വിതരുമാകുന്നതാണ്. കർമ്മരംഗത്ത് സ്വതന്ത്രമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വർഷം കൂടിയാണ്. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ മടി കാണിക്കുന്നതിനാൽ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും കുറഞ്ഞിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവും അംഗീകാരവും നേടുവാൻ സാധിക്കും. വിചാരിച്ച കാര്യങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. കർമ്മരംഗത്ത് വളരെയധികം മുന്നേറ്റമുണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം അഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥാനക്കയറ്റം വന്നു ചേരും. തൊഴിൽ തേടുന്ന ആളുകൾക്കും വളരെ നല്ല സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളെ തേടി സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും വന്നു ചേരും. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ ഇടവരും. ആരോഗ്യ പരിപാലനത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്.
മഹാലക്ഷ്മി പ്രീതിക്കായി ദേവീ മാഹാത്മ്യം 11-ാം അധ്യായം ദിവസവും ജപിക്കുന്നത് മൂലം വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. വിദ്യയിൽ ശോഭിക്കുന്നതിനാൽ തന്നെ നേട്ടങ്ങളും ഈ രാശിക്കാരിൽ പലവിധമാണ് വന്നു ചേരുക. ഓരോ മേഖലയിലും ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ശോഭിക്കുവാൻ ഈ രാശിക്കാരായ ആളുകൾക്ക് സാധിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബാധ്യതകളും ഒഴിയുന്നതിനാൽ തന്നെ മനസ്സിന് സമാധാനം ഭവിക്കുന്നതാണ്. ഈ രാശിക്കാരായ ആളുകൾക്ക് ഈ സമയം വളരെയധികം ഗുണകരമായ മാറ്റങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ ഔദ്യോഗിക മണ്ഡലത്തിൽ മേലധികാരിയുടെ പ്രീതിയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. അവിവാഹിതരായ ആളുകൾക്ക് ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ആഹാര കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഈ കാലയളവിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. ചെലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ്. കുടുംബ സ്വത്ത് ഈശ്വരാനുഗ്രഹത്താൽ കൈവശം നിങ്ങൾക്ക് വന്നു ചേരും. സർക്കാർ ജീവനക്കാരായ ആളുകൾക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. ആരോപണങ്ങൾ കേൾക്കുവാൻ ഇടയുള്ള കാര്യങ്ങളിൽ കഴിവതും വിട്ടുനിൽക്കുക. നിലവിലെ നിങ്ങളുടെ ജോലി ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുന്നതാണ് ഉത്തമം. മിഥുന രാശിക്കാരായ ആളുകൾ ഭദ്രകാളി പ്രീതി വരുത്തണം. സർപ്പക്കാവിൽ നൂറും പാലും, ശ്രീകൃഷ്ണന് മുകുന്ദാഷ്ടകം കൊണ്ട് അർച്ചന, വെള്ളിയാഴ്ച ഗണപതി ഹോമം എന്നിവയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ പ്രശ്നത്തിനായുള്ള വഴിപാടുകൾ നടത്തേണ്ടത്. ഈ വഴിപാടുകൾ നടത്തുന്നത് മൂലം ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നേട്ടവും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹത്താൽ വന്നു ചേരും. ഇത് ധനു രാശിക്കാരാണ്. ധനു രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തിക ലാഭം വളരെയധികം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ വേഗത്തിൽ വളരുവാനുള്ള യോഗം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. സാമ്പത്തിക ഉന്നമനത്തിനായി പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സമയമാണ്. ജോലിയിൽ ഉയർച്ചയും പുരോഗതിയും വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായ എല്ലാവിധ ബാധ്യതകളും ഇല്ലാതാകുന്ന ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം മെച്ചമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ 2025. മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ പല കാര്യങ്ങൾക്കും പരിഹാരം വന്നു ചേരും. ശാരീരികമായ ചില അസ്വസ്ഥതകൾ വരുവാൻ ഇടയുള്ള വർഷം കൂടിയാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ഗുണം ചെയ്യും. പരിഹാരമായി ശിവപ്രീതിയും ശനിപ്രീതിയും വരുത്തണം. ഗണപതി ഹോമത്തിങ്കൽ ലക്ഷ്മി വിനയ മന്ത്രത്താൽ ത്രിമധുരം ഹോമിക്കണം. നവഗ്രഹ സ്തോത്രജപം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാരായ ആളുകൾക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ യോഗമുള്ള സമയമാണ്. സാമ്പത്തിക പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈ സമയം സാധിക്കും. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ്. സാമ്പത്തികമായ എല്ലാവിധ പ്രാരാബ്ധങ്ങളും അകന്നു മാറും. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വന്നു ചേരും. പുതിയ വാഹനം, വീട് എന്നിവ വാങ്ങുവാനും ഉപയോഗിക്കുവാനും ഈ രാശിക്കാർക്ക് യോഗം വന്നു ചേരും. വളരെയധികം യാത്രകൾ ഉണ്ടാകുന്ന സമയമാണ്. യാത്രകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും അവ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. എതിരാളികളെയെല്ലാം നിങ്ങളുടെ വശത്താക്കുവാൻ കഴിയും. ഏറെ നാളുകളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം വന്നു ചേരും.
അതായത് മനസമാധാനത്തിൻ്റെയും ഭാഗ്യവർദ്ധനവിൻ്റെയും ദിവസങ്ങളാണ്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടുവാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പരിഹാരം വന്നു ചേരുന്നതാണ്. കർമ്മ പുരോഗതി വളരെയധികം വർദ്ധിക്കും. ശാന്തി വരുത്തിയാൽ കൂടുതൽ അഭിവൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വിദേശ ഗമനത്തിന് അനുകൂലമായ സമയം കൂടിയാണ്. നവഗ്രഹാർച്ചന, പക്ക പിറന്നാളിൽ ഹനുമത് പ്രീതി വരുത്തുക. ശിവങ്കൽ ധാര, സർപ്പപ്രീതി ഇവ വരുത്തുന്നത് മൂലം ഗുണഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.